ഇപ്പം ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ പ്രൊമോട്ടേഴ്സ് എന്ന് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞൊരു മുസ്ലിം സംഘടനയാണ്. അവർക്ക് മതപരമായ ആശയത്തിൻ്റെ പേരിൽ അവർക്ക് വേറെ എന്തൊക്കെയോ പരിപാടികൾ, വേറെ തന്നെയുള്ള നയപരിപാടികളും ആശയധാരയുമാണ്. അത് പക്ഷേ സ്ഥാപനത്തിൽ ഞാൻ ജമാഅത്തെ ഇസ്ലാമിക്കാരനല്ല, ഞാൻ അവിടെ ജോലി ചെയ്യുന്ന ഒരു തൊഴിലാളിയാണ്. അപ്പോൾ ആ സ്ഥാപനത്തിനൊരു എഴുതപ്പെട്ട പോളിസി ഡോക്യുമെൻ്റ് ഉണ്ട്. എന്തിനാണ് ആ സ്ഥാപനം ഉണ്ടാക്കിയിരിക്കുന്നത്, അത് ആർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്, ആരുടെയൊക്കെ പ്രശ്നങ്ങളാണ് സംസാരിക്കുക, അതിൻ്റെ വാർത്തയുള്ള സമീപനം എന്താണ്, ആർക്കും വായിക്കാവുന്ന ഒന്ന്. സോ അതുകൊണ്ട് അത് ആ സംഘടനയുടെ ആശയത്തെ, നിങ്ങളുടെ ഇരുന്നു, ആ സംഘടനയുടെ ആശയത്തെ തന്നെ പ്രചരിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ് എന്ന് വിചാരിക്കാൻ ഈ കാര്യത്തിൽ നിവൃത്തിയില്ല. പിന്നെ കേരളം പോലെ സ്ഥലത്തിൽ ആളുകൾ വളരെ പൊളിറ്റിക്കലാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ദിവസം രാത്രി ചർച്ച നടത്തുമ്പോഴേ നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തുക, ഒരു റെഫറൻസ് പറയുക, ഒരു വർഷം തെറ്റിപ്പോയ ആൾക്കാർ നമുക്കപ്പോൾ ഫേസ്ബുക്കിൽ ടെക്സ്റ്റ് ചെയ്യും, വാട്സാപ്പിൽ അയക്കും, നിങ്ങൾ ആ പറഞ്ഞത് ശരിയല്ല എന്ന്. അത്രയും ടെലിവിഷൻ സാക്ഷരതയുള്ള ആളുകളുള്ള നാടാണ് കേരളം. അതുകൊണ്ട് ഏതെങ്കിലും ഒരു സംഘടനയുടെ ആശയത്തെ മുഴുവൻ ജനങ്ങളിലേക്ക് സ്മഗിൾ ചെയ്ത് കളയാമെന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യമില്ല, നടക്കില്ല. കേരളത്തിൽ ആളുകൾ പറയും നിങ്ങൾ ഇന്ന പാർട്ടിയുടെ ഇന്ന സംഘടനയുടെ ഇന്ന അതിൻ്റെ ആളുകളാണ്, അതിവിടെ സത്യം അങ്ങനെ ആ നിലയ്ക്ക് നിങ്ങൾ പ്രച്ഛന്ന വേഷം എടുക്കേണ്ട ജനം പറയുന്ന തരത്തിൽ കേരളത്തിലൊരു സിറ്റുവേഷനിൽ മാറ്റമുണ്ട്. ഇന്ത്യയിലെ പൊതു സാഹചര്യം എടുത്ത് നോക്കിയാലേ ഇന്ത്യയിലെ മാധ്യമങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട നേരിടുന്ന പ്രശ്നം അതിൻ്റെ വിശ്വാസ്യതാ പ്രശ്നമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ദസറ ആഘോഷം നടക്കുകയാണ്, അതിന് മുമ്പ് രാമനവമി, അതിന് മുമ്പ് ഹനുമാൻ ജയന്തി. ഇതൊക്കെ നടക്കുമ്പോൾ ഇന്ത്യയിലൊരു പ്രധാനപ്പെട്ട ചാനലായ ആജ് തക്ക്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാണുമെന്ന് വിചാരിക്കപ്പെടുന്ന ഇന്ത്യ ടുഡേ ഗ്രൂപ്പിൻ്റെ ചാനലാണ് ആജ് തക്ക്. അതിനകത്ത് നടക്കുന്നൊരു ഡിസ്കഷൻ എന്താണെന്ന് ചോദിച്ചാൽ, അത് ഹിന്ദു ആഘോഷമാണ്, അവിടെ ഹിന്ദു പെൺകുട്ടികളൊക്കെ ഡാൻസ് ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പോൾ ഉത്തരേന്ത്യയിൽ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ എല്ലാ വിഭാഗം ആളുകൾ ഈ ആഘോഷത്തിൻ്റെ ഭാഗമാകുക, ഈ ആർട്ട് ഫോംസൊക്കെ കാണാൻ പോയി നിൽക്കലൊക്കെ അവിടുത്തെ രീതിയാണ്. മുസ്ലിം ചെറുപ്പക്കാർ ഈ വഴിക്ക് വന്നേക്കരുത് എന്ന് പുതിയൊരു തിട്ടൂരം വരികയാണ്. അപ്പോൾ ഈ ആജ് തക്ക് ചാനൽ നടക്കുന്ന അതിലേറ്റവും സീനിയറായ എഡിറ്ററിൽ നടത്തുന്ന ചർച്ച ഈ മുസ്ലിം ആണുങ്ങൾ അവിടെ പോയി നിന്ന് ഈ ഹിന്ദു പെൺകുട്ടികളെ അടിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയുള്ള പദ്ധതിയാണ്, അവരെന്തിനവിടെ പോകുന്നു എന്ന് ചോദിച്ചുകൊണ്ട് ഡിസ്കഷൻ നടത്തുകയാണ്. നിങ്ങൾ നോക്കി എന്തുമാത്രം പൊല്യൂട്ടഡാണ് ഇന്ത്യൻ സിറ്റുവേഷൻ. മാധ്യമങ്ങൾ വളരെ ഉത്തരവാദിത്തോടെ ഭരണഘടനാപരമായി സംസാരിക്കും, വസ്തുതാപരമായി സംസാരിക്കും, ധാർമ്മിക ബോധത്തോടെ സംസാരിക്കും. നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്താണ് ഈ പണി നടക്കുന്നത്. ഇന്ത്യയിൽ ഭരണകൂടത്തോടുള്ള വിധേയത്വം നിരന്തരം പ്രകടമാക്കുകയാണ്. ഗ്യാൻവാപി എന്ന് പറഞ്ഞൊരു പള്ളി ഉത്തർപ്രദേശിലുണ്ട്, അതിനകത്ത് ശിവലിംഗം കണ്ടുപിടിച്ചു, അതിൻ്റെ എക്സ്ക്ലൂസീവ് വീഡിയോ ഞങ്ങൾക്കുണ്ട് എന്ന് നട്ടാൽ കുരുക്കാത്ത നുണ മീഡിയ ഒരു ദിവസം മുഴുവൻ ഇങ്ങനെ പ്രസരിപ്പിക്കുക. അപ്പോൾ ഇന്ത്യയിൽ ഈ പറയുന്ന പ്രശ്നമുണ്ട്. ഇന്ത്യയിലെ മാധ്യമങ്ങളുടെ വിശ്വാസ്യത നഷ്ടം, ക്വാളിറ്റേറ്റീവ് അല്ലാത്ത പ്രോഡക്റ്റ് കൊടുക്കുന്ന പ്രശ്നം. ഒന്ന് എന്തിനു വേണ്ടിയാണ്? റേറ്റിംഗ് ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ യൂട്യൂബ് ഹിറ്റ് ഉണ്ടാക്കാൻ. മറ്റൊന്ന് എന്തിനാണ്? ഭരണകൂടത്തോട് നിരന്തരം വിധേയപ്പെട്ട് ഞങ്ങൾ നിങ്ങളുടെ ആളുകളാണ്, ഞങ്ങളെ സഹായിക്കണം. ഇല്ലെങ്കിൽ പറ്റുകയില്ല. ഒന്നുകിൽ നിങ്ങൾക്ക് ഭരണകൂടത്തോട് വിധേയപ്പെടാം, ഇല്ലെങ്കിൽ ഇപ്പം നമ്മുടെ അവസ്ഥയാവും. അല്ലെങ്കിൽ ED എൻഫോഴ്സ്മെൻറ്റും അല്ലെങ്കിൽ NIA-യും CBI ഒക്കെ നമ്മുടെ ഓഫീസിൽ കയറി നമ്മളെ ഞെരുക്കും. അല്ലെ വൻകിട കോർപ്പറേറ്റുകളെ സ്വാധീനിച്ച് നമുക്ക് കിട്ടുന്ന പരസ്യങ്ങളെ തടയും. നമ്മുടെ അതിജീവനം പ്രതിസന്ധിയില്ല, നമ്മൾ ശ്വാസം മുട്ടും. ആ പ്രതിസന്ധിയെ മാധ്യമങ്ങൾ എന്തുമാത്രം ധൈര്യത്തോടെ കൈകാര്യം ചെയ്യുന്നുണ്ടെന്ന് ചോദ്യത്തിന് ദുർബലമായ ചെറിയ ചെറിയ പ്രതീക്ഷകളെ നമുക്കുള്ളൂ. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങളുടെ മുമ്പിൽ വരുന്ന ഇൻഫർമേഷൻസിനെ മുഴുവൻ നിങ്ങൾക്ക് ക്രോസ് ചെക്ക് ചെയ്യാനുള്ള ബാധ്യത ഈ പുതിയ ഇന്ത്യയിലുണ്ട്. കാരണം അത് പഠിക്കാൻ നിങ്ങൾക്ക് ഒരുപാട് വിൻഡോസ് അവൈലബിൾ ആണല്ലോ ഇപ്പം ഒരു വിഷയത്തിൻ്റെ ഫാക്ട് ചെക്ക് പരിശോധിക്കാൻ. അതുകൊണ്ട് മാധ്യമങ്ങളെ നിങ്ങൾ കുറച്ച് ക്രിട്ടിക്കലായി സമീപിക്കണമെന്ന് അഭിപ്രായം എനിക്കുള്ളൂ. കാരണം ഇന്ത്യൻ സിറ്റുവേഷൻ കുറച്ച് മോശമാണ്. പക്ഷേ നിങ്ങൾക്കൊരു പരിശോധനയിൽ നിങ്ങൾക്കൊരു അവൈലബിൾ ബെസ്റ്റ് ഏതാണെന്ന് കണ്ടെത്താനൊക്കെ പറ്റും. ഒരു പോയിന്റ് ഞാൻ അംഗീകരിക്കുന്നു, മാധ്യമങ്ങളുടെ പെർഫോമൻസിൽ നമ്മൾ കുറച്ച് നിരാശയുടെ എലമെൻ്റ് ഉണ്ട്.